ಮಾಡ್ತಾನೆ. ಏಯ್ ಏಯ್ ಹಂದಿ ನನ್ನ ಮಗನೇ, ಏನೋ ನೋಡ್ತಾ ಇದೀಯಾ? ನೋಡ್ಬೇಕಾ ನನಗೆ? ಮನೆಯಲ್ಲಿ ಒಂದು ಕೆಲಸ ಅಲ್ವಾ, ಒಂದು ಲೈಟ್ಸು. ചേട്ടാ ഒരു ലൈറ്റ്സ്. എത്ര നേരായി നീ എന്താ വീണ്ടും തീട്ടാ? ഓഹോ, അപ്പൊ നീ ഇതും തുടങ്ങിയ? നീ അപ്പൊ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? കളയണ്ട, കൊണ്ട. ഫോൺ पागल हुआ दीवाना हुआ. Hello. ഹലോ Hello. ഹലോ. Who is this? ഇത് പിപിയുടെ നമ്പർ അല്ലേ? പിപി കുളിക്കുക. ഞാൻ പിപി റൂംമേറ്റാ. റൂംമേറ്റോ? അങ്ങനെ ഒരാളെ കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കേ രാഹുൽ അല്ലേ? പിപി എപ്പോഴും പറയാറില്ല ഫാഷൻ ഫോട്ടോഗ്രാഫർ. രാഹുൽ. I know this is Rahul only. Am I right? ഇതുപോലെ നീ നിന്നെയും മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല വർണ്ണ കടലാസ് ബാക്കിയൊക്കെ താനേ നടക്കും. യാ രാഹുൽ സ്പീക്കിംഗ്. ഓ ഗോഡ്, രാഹുലിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടാ പിപി എന്നെ പരിചയപ്പെടുന്നത് തന്നെ. നിങ്ങൾ പണ്ട് വാഷിംഗ്ടണിൽ ഒരുമിച്ചായിരുന്നു അല്ലേ? അതെയോ? യാ, അവിടെയല്ലേ നിങ്ങൾ PhD ചെയ്തത്? ആ അതെ, ഞാനിപ്പോ ഓർക്കുന്നു. ഇപ്പോഴും വോക്കി തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. Actually Rahul, can you do me a favor? You know I am into modeling and all, so Rahul എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. വോക്ക് പോലൊരു ഇന്റർനാഷണൽ മാഗസിനിൽ ഒരു. എന്താ പേര് പറഞ്ഞേ? ശില്പ. ഞാൻ വിളിക്കാം. രാജേഷ് റൂമി. ಮೇಡಮ್ ಇದೊಂದು ಫೋಟೋ ಸೆಟ್ ತೆಕ್ಕೊಡಿ. 3 ಕಾಪಿ ಫುಲ್ 2 ಸೈಡ್ ಬರಲಿ ಆಯ್ತಾ? എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറച്ച് കൂടുതലാണ് നവീൻ. എന്ത് സാമി സ്റ്റെഫെന്ന് പറഞ്ഞാലും സാധനം മറ്റേതല്ലേ? സാമി വേറെ ലീഗാണ് നേഹ. ബാംഗ്ലൂരിലെ ഹൈ ക്ലയൻസ് മാത്രമല്ല ടോപ്പ് ഡി ഡീലർ. ഓക്കെ, ഡു വൺ തിങ്, ഞാൻ എൻ്റെ നമ്പർ സാമിന് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇനിയുള്ള ഡീലിങ്സ് നിങ്ങൾക്ക് നേരിട്ടായിക്കൂടെ? കുറച്ച് ഓക്കെ ഓക്കെ. ആ പേര് മറക്കണ്ട, സാം ഡിക്സ്.
സാം ഡിക്സൺ. ഓ നവീൻ പറഞ്ഞിരുന്നോ സാം വിളിക്കും? സോ സൂൺ? സാധാരണ ഞാൻ ഇതിനും അറിയാണ്. ഈ പ്രാവശ്യത്തിൽ ലേറ്റായി പോയതാ. ഒരു 100 രൂപയ്ക്ക് റീചാർജ്. സാഹചര്യം 100 രൂപ റീചാർജ് ಮಾಡಪ್ಪ. അയ്യോ എനിക്കല്ല, മേഡത്തിനാ. ഇന്നലെ ജോയിൻ ചെയ്ത പുതിയ മേഡം ഒന്ന് വിളിക്കുന്നതേ ഉള്ളൂ. വലിയ പ്രായമൊന്നുമില്ല, ഒരു കിളി. Hello, SI Mallika speaking. Hey Sam, you know what? Not Sam. Call me Sammy. சாமி கோயில்ல தான் 2 நாளைக்கு பரீட்சை இங்கிலீஷ். நீங்க வந்து பெரிய சிஏ தானே, நானும் அப்படி வர வேணாமா? அப்படிയൊന്നുമില്ല കണ്ണ. എപ്പടി இருந்தாலும் നീ എൻ സ്വന്തം താനേ. ആദ്യമൊക്കെ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ, തേനെ പഞ്ചാര എന്നൊക്കെ പറയും. നിങ്ങൾ നോവലിസ്റ്റുകളും ഇങ്ങനെ തന്നെയാണോ? ഹസ്ബൻഡ് ഇവിടെ ഓർക്കണോ? ഇവിടെ കുന്തം ഒഴിഞ്ഞ പോലെ കിടക്കുന്നു. മലയാളിയായിട്ടും എങ്ങനെ ഈ കുബേര എന്ന പേര് വന്നു? അത് അമ്മ മലയാളിയും അച്ഛൻ കന്നഡിക. എനിക്കൊരു IPS കാരിയാവാനായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്കിപ്പോ ഒരു IPS കാരനെ കിട്ടിയല്ലോ. ஹீரோ யாரு? தலையா இல்ல தளபதியா? இதுக்கு தலையும் காலும் இல்ல, நானே பெரிய ஹீரோ. ஹலோ மாமா எங்க இருக்கீங்க? இல்ல எதுவும் இல்ல. என்ன பண்ணிட்டு இருக்கீங்க? நான் வந்து காரக்குழம்பு சமைச்சிட்டு இருக்கேன். பிரமாதம். ഇത് ഞാനാണ് ഡിസൈൻ ചെയ്തത്. ഫാഷൻ ഫോട്ടോഗ്രാഫർ പറഞ്ഞു. I do both. ഹേ, പറ്റില്ല എന്ന് പറയരുത്. ഒന്നുകൂടെ വായിക്കൂ പ്ലീസ്. ഇനിയും Hey, please, please, please. ഉദയസൂര്യന്റെ പൊൻകിരണങ്ങളെക്കാൾ തിളക്കം മാലിനിയുടെ കണ്ണുകൾ കൊണ്ടെന്ന് രാജേഷിന് തോന്നി. രാജേഷ് തന്റെ ഉരുക്കിന്റെ കരുത്തുള്ള കൈകൾ അവളുടെ പൂങ്കവളിൽ ചേർത്തു. എന്നിട്ട് എന്റെ ആദ്യത്തെ ഇടി തന്നെ തോട്ടപ്പള്ളി സുലൈമാൻ ഫ്ലാറ്റ്. നിങ്ങൾ വലിയ ആള് തന്നെ. ഈ തൊട്ടപ്പള്ളി സുലൈമാൻ എവിടുത്തെ ഗുണ്ടയാ? ബാംഗ്ലൂർ നോർത്ത്. அப்படியா? ஆமா கண்ணா. நீங்க பயங்கரமான ஆளு. எல்லாரும் ஏன் அப்படி சொல்றேன்? நான் வந்து ஒரு சாதாரணமான ஆள் தானே.
இந்த சூப்பர்மேன் ஸ்பைடர்மேன் மாதிரி. സൗത്ത് ആഫ്രിക്കയിൽ ആമകൃഷി നടത്തിക്കൊണ്ടിരുന്ന സാം ഡിക്സൺ എന്ന സാധാരണ കർഷകൻ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു ടോപ്പ് ഡീറ്റെയിലറായി മാറിയത് ഒറ്റ രാത്രി കൊണ്ടല്ല. അതെ അതെ. ഇത്ര മനോഹര വരികൾ എഴുതിയ ജോസിനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. അത് പിന്നെ ഞാനൊരു നോവലിന്റെ പണിപ്പുരയില, അത് കഴിയാതെ പറ്റില്ല. ഓ അത് സാരമില്ലെന്നേ, ഞാൻ ആ പുരയിൽ വന്ന് കണ്ടോളാം. പ്ലീസ് പ്ലീസ് ഞാനൊന്ന് വന്നോട്ടെ. So, we will be meeting there, right? Happy New Year, Sammy. At last, Papa agreed. I'm coming to Mexico just to meet you. அடுத்த வாரம் என்னோட பிறந்த நாள். நீங்க கண்டிப்பா என்ன பார்க்க வரணும். இந்த வாட்டி நோ எக்ஸ்கியூஸ். പപ്പാവിന്റെ പരുവത്തിന് മുമ്പ് എനിക്ക് കുബേരയെ ഒന്ന് നേരിട്ട് കാണണം. കാണാതായ മലേഷ്യൻ എയർലൈൻസിന്റെ കേസ്